പത്തനംതിട്ട കൂടലിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിയ ആരോപണം. മർദ്ദനമേറ്റ യുവാവിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളും പരാതിയുമായി രംഗത്ത് വന്നു. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെൺകുട്ടി നൽകിയത് വ്യാജ പരാതി എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മുൻവൈരാഗ്യം തീർക്കാൻ വ്യാജ പരാതി 13 വയസ്സുകാരിയായ 9ാം ക്ലാസ്സുകാരി നൽകിയതാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത്. അതിന് പിന്നാലെയാണ് കസ്റ്റഡിയിലെടുത്ത 6 പേരെയും പോലീസ് വിട്ടയച്ചത്. പിന്നാലെ ഈ കേസ് തള്ളിക്കളയണമെന്ന് 2 FIR രജിസ്റ്റർ ചെയ്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ 2 FIRും തള്ളിക്കളയണമെന്നുള്ള ഒരു ആവശ്യവുമായി കോടതിയെ സമീപിക്കാനിരുന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം വീണ്ടും മാറിമറിഞ്ഞത്. ഇപ്പോൾ വീണ്ടും പോലീസ് പ്രതിക്കൂട്ടിലാവുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഇരു കൂട്ടരും, അതായത് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തത് 6 പേരെയായിരുന്നു. 4 പേർ പ്രായപൂർത്തിയാകാത്തവർ, 2 പേർ പ്രായപൂർത്തിയായവർ. ഈ പ്രായപൂർത്തിയായവരിൽ 20 വയസ്സുള്ള യുവാവ് ഇന്നലെ തന്നെ പോലീസിനെതിരെ ഒരു ഗുരുതര ആരോപണവുമായി മുന്നിലേക്ക് വന്നു. തന്നെ ബൂട്ടിട്ട കസ്റ്റഡിയിലെടുത്തതിന് ശേഷം തന്നെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി അരച്ചു, തൻ്റെ ചെവി പിടിച്ച് തിരിച്ചു, കാലിൻ്റെ വെള്ളയ്ക്ക് അടിച്ചു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് ഈ യുവാവ് മുന്നിലേക്ക് വെച്ചത്. താനൊരു ഹൃദ്രോഗിയാണ്, ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് അതുപോലും പോലീസ് പരിഗണിച്ചില്ല. കേസ് അന്വേഷിച്ച കൂടൽ പോലീസ് സംഘത്തിലെ SI അടക്കമുള്ള ആളുകൾ ഇത് പരിഗണിച്ചില്ല എന്നുള്ള ഒരു ആരോപണം പരാതിയായി ഈ 20 വയസ്സുള്ള യുവാവ് ഉന്നയിച്ചു. ആഭ്യന്തരമന്ത്രി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ DGP എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രായപൂർത്തി ആകാത്ത 4 പേരുടെ രക്ഷിതാക്കളും ആരോപണവുമായി മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവർ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രായം കണക്കാക്കാതെ 13-15 വയസ്സുള്ള കുട്ടികളാണ്. ഈ പ്രായം കണക്കാക്കാതെ ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സംശയത്തിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുകയും ഒരു ദിവസത്തോളം ഇവരെ കസ്റ്റഡിയിൽ തുടരുകയും ചെയ്തു. ആ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ രക്ഷിതാക്കളെ, കുട്ടികളെ കാണാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്യാതെ ഇവരെ വളരെയധികം മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ രക്ഷിതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പരാതി. കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാൻ നിന്ന കൂടൽ പോലീസ് ഇതിന് നേരെ നല്ല രീതിയിൽ എല്ലാവരും പ്രതികരിക്കണം. കാരണം ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ ഈ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കൂടൽ പോലീസ് നിന്നത്. ഇതിലെ 2-3-4 കുട്ടികളെ അവന്മാർ ശരിക്കും അപമാനിച്ചു, ചീത്ത വിളിച്ചു. അവന്മാരെ അമ്മമാരെ കുട്ടികളെ മക്കളെ ഉപദ്രവിച്ചില്ല, പക്ഷെ അമ്മമാർക്കും അച്ഛന്മാരും എന്ന് പറഞ്ഞ് പല രീതിയിൽ ചീത്ത വിളിച്ചു. ഇതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന രക്ഷിതാവിന്റെ കുഞ്ഞിനെ കോളറി പിടിച്ച് പോക്കി, ഉടുപ്പി പിടിച്ച് പോക്കി, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ ജയിലിലിടും, നീ സമ്മതിക്കണം. കാരണം കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. വളരെയധികം ഗുരുതരമായ ഒരു ആരോപണമാണ് പോലീസിനെതിരെ ഈ രക്ഷിതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ എല്ലാം ഈ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി എന്തായാലും ഇപ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ പരിശോധിക്കാം, ഞാനും വായിച്ചു, ഇനി അത് എന്താണ് ഞാൻ പരിശോധിച്ചു. അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്.